ഇന്നത്തെ റെസിപ്പി ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസ്. ചില്ലിന്ന് കേട്ട് പേടിക്കൊന്നും തന്നെ വേണ്ട, അധികം എരിവില്ല, അതുപോലെ സോസ് ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഐറ്റം കൂടി ഞാനിത് ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇനി ഇത് തയ്യാറാക്കാം. ഇതാ ഞാനിവിടെ 4 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. മുളകെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് കുതിർന്ന് വരട്ടെ. ഇത് മിതമായിട്ടുള്ള എരിവാണ്. കുറച്ച് കൂടുതലായിട്ട് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാധാ ഒരു മുളക് കൂടി ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതാ മുട്ട മാത്രം ചേർത്ത് ഇത് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് ചെയ്തെടുക്കാം. ചിക്കനും മുട്ടയും ചേർത്ത് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മുട്ട അല്പം ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ഞാനിവിടെ അല്പം ചിക്കനും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അളവിന് ചേർക്കാം. ചിക്കൻ ചേർക്കാതെ ഇത് ചെയ്യാം. വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഞാൻ ശകലം ഉപ്പും കാശ്മീരി മുളക് പൊടിയോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് നേരത്തേനെങ്കിലും മാറ്റി വയ്ക്കാം. ഇതാ മുളക് നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ചില്ലി ഗാർലിക് റൈസ് ആണല്ലോ, അപ്പം ഗാർലിക് മുഖ്യമാണ്. ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. തീരെ ചെറുതുമല്ല, ഒത്തിരി വലിപ്പമുള്ളതല്ല, ഇടത്തരം എടുത്തിട്ടുണ്ട്. 15 എണ്ണം. ഇനി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്, ഓയിൽ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഓയിലിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ അരക്കല്ലിലോ ഇടിക്കല്ലിലോ വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ കടായി വെക്കുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് അടുപ്പയിലുള്ള പരിപാടി തുടങ്ങുകയാണ്. മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാൻ കടായി നോൺ സ്റ്റിക്ക് ആയത് കാരണം എണ്ണയൊന്നും ഒഴിച്ചില്ല. ഇതിൽ 2 മുട്ടയോ 3 മുട്ട വരെ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. മുട്ട ചിക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, മുളകിലുള്ള എണ്ണ മതി. ഇനി അരച്ചത് ചേർക്കാം. അരകല്ലിലോ ഇടിക്കല്ലിലോ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ കടായിൽ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അരച്ചത് ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ എണ്ണയെല്ലാം തന്നെ അത് വെളിയിൽ വന്നോളും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒത്തിരി കൂട്ടി കൊടുക്കണ്ട. എന്താ കുറേശ്ശെയായിട്ട് എണ്ണ വിട്ട് വന്നിട്ടുണ്ട്. ആ മുളകിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറി നല്ലവണ്ണം വഴന്നു കഴിയുമ്പോൾ അതിൻ്റെ എരിവൊക്കെ നന്നായിട്ട് കുറയും. പിന്നെ മുളക് ചേർക്കുമ്പോൾ കാശ്മീരി മുളക് തന്നെ ചേർക്കുക. അപ്പം നല്ല കളറ് കിട്ടും റൈസിന്, മുളകിൻ്റെ ടേസ്റ്റും കിട്ടും, അധികം എരിയില്ലാതെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലവണ്ണം വിട്ട് വന്നിട്ടുണ്ട്. മുളകൊക്കെ കണ്ടില്ലേ, പിരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കരിയാതെ മൂത്ത് കിട്ടണേ. നല്ലൊരു മണമാണ് ഇത് മൂത്ത് വരുമ്പോൾ. ഇനി ഇതിനൊട്ട് സവാള ചേർക്കുക. ഒരു 1/2 കപ്പ് കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ സവാള, അതുപോലെ 1/2 കപ്പ് ക്യാരറ്റ് കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇതൊരു 10-15 സെക്കൻഡ് നേരത്തേനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഞാനിതിൽ ക്യാരറ്റ് ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സവാളയ്ക്കൊപ്പം ചേർത്തത്. നിങ്ങൾ ഗ്രേറ്റ് ചെയ്താൽ ചേർക്കുന്നെങ്കിൽ സവാള കുറച്ചൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരു 10-15 സെക്കൻഡ് സവാളയിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ക്യാരറ്റ് ചേർത്താൽ മതി. അതായത് ചിക്കൻ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ക്യാരറ്റ് ചേർത്താൽ മതിയാകും. ആ ഉള്ളി ഒന്ന് നന്നായിട്ട് ചൂടായതേ ഉള്ളേ, അത്രയും മതി. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. ഇനി 1 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം അതുപോലെ കനം കുറഞ്ഞാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ്റെ ആ ജ്യൂസൊക്കെ ക്യാരറ്റിലൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുകയും ചെയ്യും. ചിക്കൻ വളരെ നേരിയതായിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്ത് ഫ്രീസറിൽ വെക്കുക. അതൊന്ന് പകുതി കട്ടിയായതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഓരോ സ്പൂൺ റൈസ് കഴിക്കുമ്പോഴും അതിനകത്ത് ചിക്കൻ്റെ പീസ് ഉൾപ്പെടും. സവാള ചേർത്തപ്പോൾ തൊട്ട് കുറച്ച് തീ കൂട്ടി വെച്ച് ഫട്ടാഫട്ടായിട്ട് ചെയ്തെടുക്കുക. എല്ലാം അരിഞ്ഞ് സൈഡിൽ തന്നെ വെച്ചേക്കുക. അങ്ങനെ ചെയ്തെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു പച്ചമുളക് മാത്രം കുരുവൊക്കെ മാറ്റിയിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം, കൂടെ തന്നെ കുറച്ച് കാബേജ് കൂടെ ചേർത്തിട്ടുണ്ട്.
ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ക്യാപ്സിക്കവും കാബേജും ഒക്കെ ഒരു ക്രഞ്ചി ടേസ്റ്റിലിരുന്നാൽ മതി. പച്ചക്കറികളൊന്നും ഓവറായിട്ട് വെന്ത് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെജിറ്റബിളൊക്കെ ഒരല്പം സ്വല്പമൊക്കെ അളവ് വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സെക്കൻഡ് മാത്രം മതി. ഇതായിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി കുറേയേറെ മല്ലിയില ചേർക്കുക. സ്ക്രാമ്പിൾഡ് മുട്ട ചേർക്കുക. ഇനി റൈസ് ചേർക്കുക. ബസ്മതി റൈസാണ്, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തത്, 2 കപ്പ്. ഇനി ഇതിലോട്ട് ഒരല്പം ഒരു 1/4 സ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അരി വേവിക്കുന്ന സമയത്ത് ഒട്ടും വെന്ത് പോകാതെ പാകത്തിന് അരി ഒന്നൊന്നേ തൊടാതെ വേവിച്ചെടുക്കണം. നമ്മൾ പാകത്തിന് വേവിച്ചെടുത്ത ചോറ് ഒന്ന് ആറിയതിന് ശേഷം 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഈ ഇളക്കുന്ന സമയം കൊണ്ട് ഓവറായിട്ട് ചൂടായി വെന്തും പോകത്തില്ല. നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനാണോ ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ ടേസ്റ്റിന് വേണ്ടി ഞാനൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഈ ടേസ്റ്റ് ഇപ്പം ഇഷ്ടമാണ്. അത് ഒറിഗാനോ ആണ്, 1/2 സ്പൂണിനടുത്തായിട്ട് ചേർക്കുക. അത് ഇതുപോലെ ലാസ്റ്റ് വേണം ചേർത്ത് ഇളക്കാനായിട്ട്. ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഒറിഗാനോ കെമിക്കലൊന്നുമല്ല, ഒരു ഹെർബാണ്, ഒരു ചെടിയുടെ ഇലയുടെ പൊടിയാണ്. നല്ല ഒരു പ്രത്യേക ഒരു മണവും രുചിയും ഈ റൈസിന് കൊടുക്കും. ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത്, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, കുരുവൊക്കെ മാറ്റിയതിന് ശേഷം അത് പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങയുടെ പകുതി മതിയെ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്, ബസ്മതി റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഒന്നൊന്നേ തൊടാതെ പാകത്തിന് വേവിച്ചെടുക്കണം, വെന്ത് പോകരുത്. ഏത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും ചോറ് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു രസവും ഇല്ല. നിങ്ങൾ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലഞ്ച് ബോക്സിൽ ഡെയിലി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ മുളകൊക്കെ കുറച്ചേറെയായിട്ട് അരച്ച് ഒന്ന് വഴറ്റിയിട്ട് എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ. പിന്നെ കുറേശ്ശെ ഉപയോഗിക്കാം. എളുപ്പമായില്ല ആ ഒരു സ്റ്റെപ്പ്. അത് കുതിർന്നൊക്കെ വരാനാണ് കുറച്ച് സമയമെടുക്കുന്നത്. എന്നാൽ പിന്നെ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.